ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുപുരം നിറയ്ക്കട്ടെ. ദീർഘായുസ്, പൂർണ്ണ ആരോഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. ഇതൊക്കെ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തോ, ഇതെങ്ങനെ സത്യമാകുന്നു. സങ്കീർത്തനം 119:26. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നമ്മുടെ നാവിന് ദൈവം അധികാരം നൽകിയേക്കുക. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മുടെ നാവിൽ പറയണ സംഭവിക്കും. ദൈവമക്കൾ അത് കാരണമാണ് പറയണത്, പാമ്പിനെ, തേളിനെ, സാത്താൻ്റെ സകല ബലത്തെ നീ ചവിട്ടും, ഞാൻ നിനക്ക് അധികാരം നൽകുന്നു പറഞ്ഞാൽ ദൈവം അധികാരം നൽകുക. ലോകത്തെ നിങ്ങൾ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ നമുക്ക് ദൈവമക്കളായ നാവിൽ പറയണ സംഭവിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുക, മരണവും ജീവനും, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. നമുക്കപ്പോൾ മരണത്തിൻ്റെ ഇത് വേണ്ടല്ലോ, ജീവൻ്റെ വചനം പോരെ. അപ്പോൾ ജീവൻ്റെ വചനമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രം നമ്മുടെ നാവിൽ വന്നാൽ മതി. അല്ലാത്തത് അപ്പം തന്നെ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലാക്കി കളയണം കേട്ടോ. ഇതൊരു ക്രിസ്ത്യാനികളോട് പറയണതല്ല കേട്ടോ, എല്ലാ ജാതിയോടും പറയണതാണ്. ഞാൻ എപ്പോഴും ഓർക്കും, എൻ്റെ വീഡിയോ അധികവും കാണുന്നത് മറ്റുള്ളവരാണ്. ക്രിസ്ത്യാനികൾ വലിച്ചു നീട്ടും, അവർക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ട് യേശുവിനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനൊരു വലിയ സാക്ഷ്യം പറയട്ടെ. എൻ്റെ അമ്മയ്ക്ക് മുട്ടിൻ്റെ ഓപ്പറേഷനായിട്ട് ആശുപത്രിയിലായിരുന്നേ. അപ്പോൾ അമ്മച്ചീനെ നോക്കണ പെണ്ണിന് മലയാളം അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. ഹിന്ദി അങ്ങ് ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല. അത് ഹിന്ദി അല്ല, വേറെ ഒരു സൈസ് ഭാഷ, ആസാമി. അപ്പോൾ ആസാമിൻ്റെ എങ്ങാണ്ട് ദുനിയാവിലുള്ള. അപ്പോൾ ആ കൊച്ച് ഞാൻ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഓപ്പറേഷൻ മുമ്പേ. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് വെറുതെ അത് പ്രാർത്ഥിക്കണുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറയാം, അതൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നേരത്തെ പ്രാർത്ഥിക്കും. എന്ത് പണി പറഞ്ഞാലും, വിറക് വെട്ടാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും, മിറ്റടിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടേ മിറ്റടിക്കുള്ളൂ, എന്ത് ഫുഡ് കഴിക്കുമ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ. ഞാനിങ്ങനെ വണ്ടടിക്കും, എൻ്റെ സ്വപ്നമായിരുന്നു അത്, എന്തും പ്രാർത്ഥിച്ചിട്ട് ചെയ്യണമെന്നേ. ഇത്രയും കാലമായി പ്രാർത്ഥന വന്നിട്ട് എനിക്ക് ഇതുവരെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം എന്ന് ഓർത്തിട്ട് ഇതുവരെ തിന്ന് കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കണം ആരും ഓർക്കാറ് ഇതുവരെ സാധിച്ചില്ല. ഇന്ന് ഞാൻ രാവിലെ ഓർക്കും, ഞാൻ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നതെന്ന്. രാവിലെ വെള്ളം കുടിക്കും വെറുമായിട്ടിൽ, അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഞാനത് ആ പെങ്കൊച്ചിൻ്റെ മുമ്പിൽ ഞാൻ വട്ടപൂജയായ പോലെ എനിക്ക് തോന്നി. അവളാണെങ്കിൽ യേശുവിൻ്റെ പ്രിയപ്പെട്ട മകളെ പോലെ ഇങ്ങനെ ഇരിക്കണ പോലെ തോന്നി. അപ്പോൾ എപ്പോഴും ബൈബിളിലെ ശിശുക്കളെ പോലെ ആകുമെന്ന് നിങ്ങൾ, അല്ലാണ്ട് നിങ്ങൾക്ക് സ്വർഗരാജ്യത്തേക്ക് കിടക്കാൻ പറ്റില്ലെന്ന്. ശിശുക്കളെ എന്നെ അപ്പൻ്റെ അമ്മയോട് ചേർന്ന് നടക്കും. അപ്പോൾ ഇത് ആ പെൺകൊച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുക. അത് ഈ കേരളത്തിൽ അന്യനാട്ടിൽ വന്ന് നടക്കണം. അതിൻ്റെ അമ്മയ്ക്ക് വല്ല ടെൻഷൻ അടിക്കണ്ടോ? എപ്പോഴും ദൈവത്തോടു കൂടി വസിക്കുമല്ലേ. നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ മക്കളെ ആദ്യം പഠിപ്പിക്കേണ്ടത് കുഞ്ഞിലെ മുതൽ ദൈവത്തിൽ വസിക്കാനാണ്. എൻ്റെ പൗലോ കുഞ്ഞിനെങ്കിലും ഇനി അങ്ങനെ ആക്കിയെടുക്കണം. നിങ്ങളൊക്കെ ശ്രമിക്കണം കേട്ടോ, എല്ലാവരെയും അങ്ങനെ ആക്കാൻ. എപ്പോഴും ദൈവത്തിനോട് ആലോചന വയ്ക്കാനും ദൈവത്തിൻ്റെ കൂടെ മക്കളോട് നടക്കാനും പറയണേ. അങ്ങനെ കേരളം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ആട്ടോ. അതിന് മുമ്പ് ഒരു കാര്യം, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും കാണുന്നുണ്ടെന്ന് പറയും. ഒന്ന് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഫേസ്ബുക്ക് എടുത്ത് ഒന്ന് ഫോളോ ചെയ്ത് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണേ. വെഡിങ് കളക്ഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ അതും ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയാലോ, ജൂൺ 6-നുള്ള ഞെറുക്കെടുപ്പിൽ നിങ്ങൾക്കും ആകാലോ, ഭാഗ്യശാലി ആകാലോ. അപ്പോൾ ഇന്നത്തെ സാരി കാണാം. ഇത്രയും കാര്യം എന്തൊരു മെറ്റി പറഞ്ഞു അല്ലേ. ഇത് കണ്ടോ, സോഫ്റ്റ് സിൽക്ക് ചാർക്കോൾ കളറിലാണ് ആ ബനാറസിൻ്റെ ഇത്. നല്ല രസമില്ലേ. സൂപ്പറല്ലേ നോക്കി. നല്ലൊരു പേസ്റ്റൽ പിങ്ക്, അടിപൊളി കളറാണ്. 1599 ഉള്ളൂ. 1500 കനേയില്ല കേട്ടോ. ഇത് എഴുതു പഠിക്കില്ല. ഇത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വേറെ ഞാൻ വീഡിയോ കാണിച്ചു, ഒറ്റ പീസില്ലാത്ത പോലെ തോന്നുപോയി നമുക്ക്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ ഫങ്ഷന് ഇത് തന്നെ ഒറിജിനലിന് 15,000-20,000 രൂപ. അപ്പോൾ ഇതിൻ്റെ നടുക്ക് പ്ലെയിനും ഈ അരികത്ത് ബോർഡർ ഉള്ളതാണ് ഞാൻ ഉദ്ഘാടനത്തിന് മേടിച്ചത്. നമ്മൾ ആ സീസൺ കാണിച്ചില്ലേ, അതൊക്കെ ഇങ്ങനെ വില ഭയങ്കര. ആശു നോക്കിക്കേ, ആശു ഒത്തിരി കാലമായില്ല ഞാൻ കാണിച്ചിട്ടതേ. നോക്കിക്കേ, സൂപ്പറല്ലേ. കനയില്ല കേട്ടോ. ഇത് ഏറ്റവും പ്രത്യേകത, ഇതിനൊന്നും കനയില്ല. എന്നാ സുഖം. 1599 ആട്ടോ. പ്ലെയിൻ ബ്ലൗസ് ആട്ടോ, അരികത്ത് ബോർഡറും മുന്തിരി കളറേ. നല്ല നല്ല സംഭവങ്ങളാണ്.
1599. എന്ത് രസമല്ലേ കളേഴ്സ്. ഇന്ന കളർ ആഗ്രഹിച്ചിരിക്കുന്നവർ ചാടി വെബ്സൈറ്റിൽ എടുക്കുക, അല്ലെങ്കിൽ 4 ഓൺലൈൻ പിള്ളേരുണ്ട്. 10 മണി മുതൽ 6 മണി വരെ അവരുണ്ട്. വാട്സപ്പ് കോൾ വിളിക്കുക. പിന്നെ നല്ല സാരി ആട്ടോ ഈ വിലയ്ക്കൊക്കെ. ഇത് സുഖം. ഇത് നമുക്കിപ്പോൾ ഒരു ഫങ്ഷൻ വെയർ അല്ലാണ്ട് യൂസ് ചെയ്യാം. ഈ ചാർക്കോൾ കളറല്ല, വലിയൊരു ആൻറ്റിക് ഇങ്ങനെ ഈ കളറല്ലേ ചെറി, അങ്ങനെ നല്ലൊരു ഭംഗിയിലല്ലേ ഇരിക്കണേ. അടിപൊളി കളേഴ്സ്, നല്ലതല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഖുഷ്ബു സാരി കാണാം. ഏതാ ഖുഷ്ബു സാരി എന്ന് ഓർത്തല്ലേ ഇരിക്കണേ. ഒറിജിനൽ ക്രേപ്പിൻ്റെ ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. ഖുഷ്ബു സാരി വന്നു കഴിഞ്ഞ ഓണേ അത് വീഡിയോയിൽ ഇട്ടിട്ട് എല്ലാവരും ചോദിച്ചു. അന്ന് ബുക്ക് ചെയ്ത് ഇപ്പോഴാണ് വന്നെ. അപ്പോൾ സൂപ്പർ ഖുഷ്ബു സാരി ഇതിന് ഭയങ്കര ഡിമാൻഡാട്ടോ. ഇതിൻ്റെ വേറൊരു പ്രിൻ്റ് കൊണ്ടുവന്നിട്ട് അത്ര ഡിമാൻഡ് ഇല്ലായിരുന്നു. ഇതിനാണ് ഡിമാൻഡ്. ഇതിൻ്റെ ബ്ലൗസ് ഇത് പ്ലെയിൻ വന്നിട്ട് ബോർഡർ കേട്ടോ. അടിപൊളി സാരിയാണ്. എത്ര? 1790. 1790 സൂപ്പർ സാരിയാണ്. ഈ നേവി ബ്ലൂ എന്താണ് കാണാം. എന്താണ് ഇതാട്ടോ മടക്കി തന്നതിൻ്റെ ഫോൾഡിങ് ഇങ്ങനെ. ബ്ലൗസ് മുന്താണിയുടെ അരികത്ത് തന്നു. അത് കാരണമാണ് മടക്ക് പ്രശ്നം. എന്ത് സുഖമാണ് ഇത് വെച്ചിട്ട് തന്നെ. ഇങ്ങനെ ഈ കൂളിങ് ഭയങ്കര സുഖം. ഞാനിപ്പോൾ ഇങ്ങനത്തെ സ്റ്റഫാട്ടോ, ഒട്ടിക്കിടക്കുന്ന സ്റ്റഫ് എടുത്തേക്കണേ. വയറൊക്കെ അറിയുമെന്ന് അറിയാൻ പാടില്ല. പക്ഷെ എനിക്കിപ്പോൾ ഈ കാഞ്ചീപുരം അങ്ങനത്തെ കട്ടിയുള്ള സാധനം ഒന്നും ഇഷ്ടമല്ല. എൻ്റെ കസിൻ്റെ മോൻ്റെ കല്യാണം ഒരു കടും നീലയൊക്കെയാണ് എടുത്തേക്കണേ. ആദ്യം എല്ലാവരും ഭയങ്കര കളർന്ന് പറഞ്ഞു, പിന്നെ എല്ലാവരും പറഞ്ഞു ആ കളർ നല്ലതാണെന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാണോ കമൻറ്റ്. എനിക്കാണെങ്കിൽ ഡാർക്ക് ബ്രൈറ്റ് കളറാണ് ഇഷ്ടം. ഉടുക്കുമ്പോൾ എന്തൊരു കളറാണ് ഈ കണ്ണഞ്ചി പോകണല്ലോ എന്നൊക്കെ പറയും ആൾക്കാർ. അത് നോക്കുമ്പോൾ ഒരു ടെൻഷനുണ്ട്. എന്നാലും ആ കളർ കൊടുക്കാൻ നോക്കുന്നില്ല. ഇതുമൊക്കെ ഡാർക്ക് കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊക്കെ നല്ലതല്ല. ബ്ലാക്ക് 1790 കേട്ടോ. എന്താണ് ഇങ്ങനെ വരും. ഇത് രസമല്ലേ ഈ കളറ്. എല്ലാ കളറും നല്ല കേട്ടോ. ഈ കളേഴ്സ് എല്ലാം ഡാർക്ക് കളേഴ്സാണ്. അതിൻ്റെ ഇച്ചിരി പ്രിൻ്റ് വ്യത്യാസമുള്ളത്. പെട്ടെന്ന് എടുത്തു. ഇനി എല്ലാം വന്നിട്ട് അടിപൊളി കളേഴ്സാട്ടോ. പെട്ടെന്ന് ഇത് തീരൂട്ടോ. വേണമെങ്കിൽ എടുത്തു. പുതിയ തന്നെ സാരിയുടെ വെറൈറ്റി കിട്ടണ്ടേ. വണ്ണം കുറവായിരുന്നെങ്കിൽ പണ്ടൊക്കെ സിനിമയിലെ അംബികയൊക്കെ കലണ്ടറിൽ എല്ലാ കടക്കാരും ഇങ്ങനെ കലണ്ടർ വരുമായിരുന്നു. അതിലിങ്ങനെ ഒരു പെണ്ണിൻ്റെ പടം എല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിടും. നല്ലൊരു കലണ്ടർ. ഏതൊരു ഒരു ഫിലിം സ്റ്റാറിൻ്റെ ആയിരിക്കും. തന്നേക്കണത് തെറ്റിയ. ഫോൾഡിങ്ങിന് ഇച്ചിരി പ്രോബ്ലം ഉള്ള കാരണം എന്താണിയൊക്കെ ഇവിടെയാണ് അകത്ത് വന്നേക്കുന്നത്. അത് വിടത്തുമ്പോൾ അപ്പടി അഴിഞ്ഞു പോവുക. 1790 കേട്ടോ. ഇനി ഇതൊക്കെ വെറൈറ്റി കേട്ടോ. നമ്മുടെ നോയാക്കോട്ടയുടെ ബേബി പിങ്ക് നോക്കി. ഉണ്ട് എത്ര രസം നോക്കി. കട്ട് വർക്കൊക്കെ ആയിട്ട് കറക്റ്റ് ആ ബേബി പിങ്ക് കളർ. പേളുടെ മാലയുടെ ഇട്ട കനം ഒന്നുമില്ല. ഇപ്പം കാണിച്ചു നോക്കുന്നു. അടിപൊളി സാരികളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ.
1490 ഉള്ളൂ. 1499 ഉള്ളൂ. അടിപൊളി സാരികളാണ്. ഇനി അടുത്തത് പീച്ചാട്ടോ തന്നെ. എല്ലാത്തിലും ഈ കളേഴ്സ് ഭയങ്കര വർക്കും. 14 ഉള്ളൂ. 1400 ഉള്ളൂ. നമുക്ക് എപ്പോഴും എടുക്കാം. പിന്നെ ബ്ലൗസോ പ്ലെയിൻ ആണോ? അരികത്ത് ബോർഡർ ഉണ്ടോ? ചുമ്മാ പ്ലെയിൻ ബ്ലൗസ് ആട്ടോ. ബോർഡർ ഉണ്ടെങ്കിലും എനിക്കിഷ്ടമല്ല. പ്ലെയിൻ ബ്ലൗസ് തന്നെ ആയിരിക്കും നല്ല. ഇതിന് സാരിക്ക് ബോർഡർ ഉണ്ടല്ലോ. 1499. ആ രസം. ഇതിൻ്റെ ആശയൊക്കെ കാണാം അല്ലേ? 1499. അടിപൊളി സാരികൾ. പെട്ടെന്ന് എടുത്തോ. അടിപൊളിയാണ്. നല്ല സഫയർ ഗ്രീനാണ്. ഇനി നമുക്കൊരു പ്ലെയിൻ സാരി കാണാം. ഇനി മഴക്കാലം മുതലല്ലേ. അതെ, സ്കാലപ്പ് ചെയ്ത ബ്ലൂമിങ് ഷിഫോണാട്ടോ. നല്ലൊരു ബ്ലൂമിങ് മെറ്റീരിയലാണ്. 799 ഉള്ളൂ. ബോട്ടിൽ ഗ്രീൻ, നല്ലൊരു ഗ്രീൻ. ഇത് നമുക്ക് താഴെ നമ്മുടെ റണ്ണിങ് കണ്ടുവച്ചാൽ മതി. അജ്രക്കിൻ്റെയും കോട്ടൻ്റെയും കുറേ പ്രിൻ്റുകളില്ലേ. ഏതെങ്കിലും ബ്ലൗസ് എടുത്താൽ മിക്കതിനും ഇടാം. ഈ മഴക്കാലത്ത് ഉടുക്കാനും നല്ലതാണ്. ഇപ്പം അല്ലെങ്കിലും ഭയങ്കര ഫാഷനാണ് പ്ലെയിനും പ്രിൻ്റഡ് ബ്ലൗസ്. ഭയങ്കര ട്രെൻഡാണ് പ്ലെയിൻ സാരിയും പ്രിൻ്റഡ് ബ്ലൗസും. പിന്നെയും പഴയ പ്ലെയിൻ കയറി വന്നു തുടങ്ങി. ഞാനിപ്പോൾ എല്ലാം കാണത്തിനും കഴിഞ്ഞ ദിവസം ഫങ്ഷനും എല്ലാം പ്ലെയിനാണ് എടുത്താക്കണേ. ഇനി കുറച്ച് കഴിയണം. ഇനി ആ പ്ലെയിൻ്റെ തരംഗമല്ലേ ഇപ്പം. അതെ, സൂപ്പർ സംഭവം. നേവി ബ്ലൂ. അടിപൊളിയാട്ടോ. നേവി ബ്ലൂ ആണോ? റോയൽ ബ്ലൂ കൂടെ കൂടിയൊരു കളറാട്ടോ. പ്രിൻ്റഡ് ബ്ലൗസ് എടുത്താൽ മതി. ടീൽ ബ്ലൂ അല്ലേ ഇത്? ഇന്ന് നിങ്ങൾ ഒരു സാരി പോലും വിടില്ല. എല്ലാ സാരി എടുക്കും. ഇത്രയ്ക്കും ഭംഗിയുള്ള സാരികളാണ്. ഇത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ തവണ ഇതിൻ്റെ വേറെ പാറ്റേൺ കാണിച്ചായിരുന്നു. ഈ തവണ അതിൻ്റെ ക്രിസ്പി സിൽക്കാട്ടോ. ബ്ലൗസ് പീസും ഇങ്ങനെ ഭയങ്കര രസമാണ്. കഴിഞ്ഞ തവണ ഒറ്റ പീസില്ലാത്ത പോലെ അപ്പം തന്നെ പോയി തോന്നും. ഇത് ഇങ്ങനെയാട്ടോ. ഇങ്ങനെയാട്ടോ ഈ സാരിയുടെ ഇതിങ്ങനെയാണ് കാണിക്കാം. ഇതിങ്ങനെ വരും. ഫുള്ളിങ്ങനെ നല്ല സാരി കേട്ടോ. അരികത്തൊരു നൈസ് ചെറിയ വർക്കും ഉണ്ട്. ഗ്രാൻഡ് സാരി. വിലയ്ക്ക് സൂപ്പറാണ്. ഫങ്ഷന് കൊടുക്കാം. ക്രിസ്പി സിൽക്കാണേ. എന്നാ അതൊക്കെ അതിൻ്റെ അകം ഇങ്ങനെയല്ലേ. എല്ലാത്തിൻ്റെ അകം നല്ല കളർ ചാർട്ട്. ക്രിസ്പി സിൽക്കാണ്. സൂപ്പർ സംഭവം. അടിപൊളി സംഭവം. ആകെ റേറ്റ് 1790 വന്നുള്ളൂ. പെട്ടെന്ന് നോക്കിക്കോ. ഇത് ബ്ലാക്ക്. ഇത് സെയിം തന്നെയല്ലേ? സെയിം ഡിസൈനാണോ? അല്ല, ഇത് ഇച്ചിരി ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇത് ബോർഡർ പോലെയാട്ടോ. അല്ല, ബോർഡർ അല്ല, ഇങ്ങനെ ടെമ്പിൾ പോലെ പ്ലെയിൻ വന്നിട്ട് ബ്ലാക്ക്. ഇതിൻ്റെ വേറെ ഡിസൈൻ ബ്ലാക്ക് ഉണ്ടോ ഇനി? എൻ്റെ ഈ ഷോള് ഓർഗൻസി ആയത് കാരണം തെറ്റി പോകും. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാട്ടോ. ബ്ലാക്ക് വേറെ ഇല്ലല്ലോ. ഇതിൻ്റെ വേറെ ഡിസൈൻ അല്ല.
ബ്ലാക്ക് ഇതാണോ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 1790 ആണ്. ഇനി കാണാം ഈ കളർക്ക് എന്ത് രസമാണ്. ഇത് നോക്കി, നമ്മൾ ആദ്യം കാണിച്ച മോഡൽ തന്നെ കേട്ടോ. ബ്ലൗസ് പീസ് ഇതേ 1790. സൂപ്പർ സംഭവം. പേളിൻ്റെ മാലയോ ഇങ്ങനെ നൈസ് മാലയൊക്കെ ഇട്ടാൽ മതി. പണ്ട് ഇങ്ങനെ ഓർക്കേണ്ട സ്കൂൾ ടീച്ചേഴ്സൊക്കെ നല്ല, ഇപ്പം അത് ഭയങ്കര പിന്നെയും ട്രെൻഡായി വന്നേക്കുക. പേളിൻ്റെ മാല അല്ലെങ്കിൽ പച്ചയും രണ്ടും ഇങ്ങനെ കോറലൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ മാല, കമ്മൽ, വള അങ്ങനെയൊക്കെ ഇപ്പം തിരിച്ച് അങ്ങനെ വന്നു തുടങ്ങി കേട്ടോ. ഒരു 10-15 വർഷം 20 വർഷം മുമ്പ് എല്ലാ സാരിക്ക് ചേരുന്ന എല്ലാ ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് ഞാൻ പഠിക്കൂലേലും സ്കൂളിൽ ടീച്ചർ ഉണ്ടാക്കിയിരുന്നതെന്ന് നോക്കുക. എല്ലാവരും സാരി ആയിരുന്നല്ലോ, കമ്മലും മാലയൊക്കെ നോക്കി. ഞാൻ ഇപ്പോഴും ഓർക്കണ്ട, അയ്യോ ടീച്ചറിൻ്റെ പേര് വന്നോയല്ലോ. ഈരാളി ടീച്ചർ, നിർമ്മല ഹൈസ്കൂളിലെ ഈരാളി ടീച്ചർ വരുമ്പോൾ അതിൻ്റെ കമ്മലൊക്കെ ഇങ്ങനെ വലിയ പൂ പോലെ ഇരിക്കും കേട്ടോ. ഈരാളി ടീച്ചർ മരിച്ചു എന്ന് എനിക്ക് തോന്നണം. അയ്യോ മരിച്ചു എന്ന് ആരാണ് പറഞ്ഞത്? ശരിക്കല്ലേ, ദൈവം നല്ല ടീച്ചറാണ്. ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ആരോ മരിച്ചു. ദൈവം ഈ വീഡിയോ ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്നും തോന്നരുത് കേട്ടോ. ഒത്തിരി അകലെ ടീച്ചറിൻ്റെ വീട് ആരോ എന്തോ പറഞ്ഞു. ഒത്തിരി വർഷം മുമ്പല്ല. ടീച്ചർ ഇപ്പോൾ ഒത്തിരി പ്രായമായി കാണും. ജീവിച്ചിരിക്കണ്ടെങ്കിൽ ഇത് നേവി ബ്ലൂ. അപ്പോൾ ടീച്ചർ എപ്പോഴും എന്ത് രസം ഓറഞ്ചാക്കി, ഓറഞ്ചിൻ്റെ ഒരു പൂ ഇങ്ങനെ, ഒരു മാലയുടെ ലോക്കറ്റ് ഓറഞ്ച്, അയ്യോ അമ്മേ വള ഇങ്ങനെ. ഞാൻ ഇങ്ങനെ നോക്കി വന്നു. അത് ഭയങ്കര സുന്ദരി ടീച്ചറായിരുന്നു. അങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു നോർമൽ ഹൈസ്കൂളിലെ ഈരാളി ടീച്ചർ. ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ അറിയുമായിരിക്കും ഈരാളി ടീച്ചറെ. അല്ല, മരിച്ചു എന്ന് പറഞ്ഞാൽ ഈരാളി ടീച്ചറിന് ഇപ്പം പ്രായമായി കാണുമായിരിക്കും. എത്ര വർഷം മുമ്പായി? എനിക്ക് 15 വയസ്സുള്ള കാര്യമല്ലേ ഈ പറയണേ. അപ്പം മരിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെൻഷനൊന്നും അടിക്കണ്ട. ചെറുപ്പക്കാരുടെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. എന്നെ വഴക്കൂർന്ന് ചോദിക്കാം മരിച്ചു. അല്ല, മരിച്ചെന്ന് ആരാണ്ട് പറഞ്ഞത്. ഡിലീറ്റ് ചെയ്യണമൊന്നുമില്ല. വീഡിയോ നമ്മൾ ഒന്നും ചെയ്യാണ്ട് നേരിട്ട് ഇങ്ങനെ ഇടുക എല്ലാവരും. ഇതൊരു ആഷിൽ ഇത് കേട്ടോ. ബ്ലൗസ് പീസ് എടുക്കട്ടെ കേട്ടോ. ഇതാട്ടോ ബ്ലൗസ്. അടിപൊളിയാട്ടോ ഈ സാരികൾ. പിന്നെ അന്വേഷിച്ചു, ഇപ്പോൾ ഇന്ന് തന്നെ ഒരാൾ വിളിച്ചു, ന്യൂസിലൻഡിലാണ്. ഒത്തിരി സാധനം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങനെ എടുത്ത് വെച്ചാൽ കിട്ടില്ല. വേറെ ഒന്നുമല്ല, റീസ്റ്റോക്ക് കിട്ടിയാലേ കിട്ടുള്ളൂ. ഇത് അപ്പം പോകുന്നേ, എല്ലാവരും ഓൺലൈൻ കാണുമല്ലേ. അപ്പം മേടിച്ച് നിങ്ങളിവിടെ വെച്ചാൽ വരുമ്പോഴൊക്കെ നാട്ടിൽ വരുമ്പോൾ എടുക്കാം. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അതിനറിയാൻ വളർന്നു. അത് ഒത്തിരി സാധനം കണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ കൃപയാ വീഡിയോ പിടിച്ചതും സ്ക്രീൻഷോട്ട് കളയണ്ട. അതൊക്കെ നോക്കിയിട്ട് കിട്ടുമെങ്കിൽ മേടിച്ചു തരാം. ചിലതൊക്കെ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഒത്തിരി കാലം കഴിഞ്ഞാൽ വന്നത്. എന്ത് രസമുള്ളൊരു പച്ചയാണോ എൻ്റെ അമ്മ, എന്ത് ഭംഗിയാ. നല്ല എന്ത് രസം, നല്ല രസമില്ലേ. 1790 അല്ലേ? 1790 ആട്ടോ. ഇനി കാണുന്നത് പണ്ടത്തെ നമ്മുടെ പോളിക്കോട്ടൺ എന്ന് എനിക്ക് തോന്നണേ കേട്ടോ. പോളിക്കോട്ടൺ എന്ന് പറഞ്ഞ മെറ്റീരിയലാന്ന് തോന്നുന്നു. അതിൻ്റെ കണ്ടിട്ട് പ്ലെയിനും പ്രിൻ്റഡ് ബ്ലൗസ് കൂടി ആട്ടോ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പ്ലെയിൻ ഒരു ഭയങ്കര ട്രെൻഡായിരിക്കുക. വാലും തലയില്ലേ, അത് ചുമ്മാ പ്ലെയിനായിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. ബ്ലൗസൊന്നും കാണിച്ചാൽ മതി, അത് അഴിക്കണ്ട. ആ പേപ്പറെല്ലാം അഴിഞ്ഞ് ഉടയണ്ട. ബ്ലൗസ് എവിടെയാണ് വേറിട്ട് വെച്ചേക്കണോ? അങ്ങനെ ബ്ലൗസ് പറഞ്ഞാൽ കാണിച്ചതാണ്. പിന്നെ എല്ലാം പ്ലെയിൻ കളർ കാണിച്ചാൽ മതിയല്ലോ. ബ്ലൗസിൻ്റെ മാത്രം ഇങ്ങനെ പിടുത്തണ്ടല്ലോ. ഇതേ പോളിക്കോട്ടൺ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ കാലത്തെ പോളിക്കോട്ടൺ സാരി എത്രയാണ്? 799. 799. പണ്ടി പോളിക്കോട്ടൺ സാരിയൊക്കെ എനിക്കുണ്ടാകും. അതോർത്തൊക്കെ അതിൻ്റെ ഒരു ഓർമ്മ. പ്ലെയിൻ സാരി ആട്ടോ, സിൽക്ക്. ഇതിങ്ങനെ ബ്ലൗസ് പീസ് നല്ല രസമാണ്. എൻ്റെ ബ്ലൗസും ഗ്രീന് ഇത് കണ്ടോ, പീച്ചിൽ ഗ്രീൻ ഡിസൈൻ ബ്ലൗസ്. പ്ലെയിൻ ഗ്രീനാണ്. അപ്പം എൻ്റെ ബ്ലൗസും ഉണ്ട്. 799 ആണ്.
ഈ സാരിയൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. റയർ ബ്ലൗസ് പീസല്ലേ, ഞാൻ ഇതിൻ്റെ ഉള്ളിലെ പേപ്പറൊക്കെ ആയിട്ടാട്ടോ മടക്കി വെച്ചേക്കണേ. പേപ്പർ പോകണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആ പേപ്പറിൻ്റെ ഫോൾഡിങ് അതിലുണ്ട്. ബ്ലൗസിന് വലിച്ചെടുക്കാവോ? എടുക്കാൻ പറ്റില്ല, ജോയിൻ ചെയ്തേ പോകണം. ഇതാട്ടോ ഇതിൻ്റെ ബ്ലൗസ്. എന്ത് രസമല്ലേ, ലൈറ്റ് ആഷിൽ ബ്ലൂ കളർ ബ്ലൗസ് പീസ്. അപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ പോലെ ആ പേപ്പർ കാരണം ഡെങ് ഡെങ് ഒച്ച കേൾക്കും. ഒന്നില്ലേ പേപ്പർ എടുത്ത് കളയണം. ആ ബ്ലൗസ് പീസ് ഇവിടെ കണ്ടാൽ അതിൻ്റെ ഭംഗി. ആ പേപ്പർ എടുത്ത് കളാം. ഒരൊച്ച കേൾക്കും. ആഷ് ഇതാട്ടോ ബ്ലൗസ് പീസ്. ഇങ്ങനെ നന്നായിട്ട് ഒതുങ്ങണ സാരിയാട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ പോളിക്കോട്ടൺ എന്ന് പറയുന്നത് നല്ല സാരിയാണ്. എല്ലാം പഴയത് വട്ടം കറങ്ങി. അന്നത്തെ ഭയങ്കര സൂപ്പർ ഹിറ്റ് സംഭവമായിരുന്നു ഈ പോളിക്കോട്ടൺ ഒരു കാലത്തേക്ക്. ഇത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന സാരിയാണ്. ഇതിനിപ്പോൾ മൊത്തം അടിയായിരിക്കും. ഒത്തിരി കാലം കൂടിയാണ് ഇത് രംഗപ്രവേശം ചെയ്തേക്കണേ. നമ്മുടെ കോട്ടയിൽ നേവി ബ്ലൂവിൽ. ഒയ്യോ എൻ്റെ പൊന്നെ, ഇതിന് മൊത്തം അടിയായിരിക്കും കേട്ടോ. സൂപ്പറാണ്. എത്രയാ? 1299 അല്ലേ? ഞാൻ ഇങ്ങനെ വില ഇതിൻ്റെ കാണാണ്ട് പഠിച്ചാണ്. അടിപൊളിയാണ്. 1299. ഇത് ബ്ലൂവിൽ, എല്ലാം ബ്ലൂവിലാട്ടോ. ഞാൻ ഇതെല്ലാം ബ്ലൂവിലാട്ടോ. ബേസ് കളർ അല്ല, നടുക്ക് ബ്ലൂ ആണ്. ഈ ബ്ലൂവിലൊക്കെ ഒരു സെൽഫ് പ്രിൻ്റൊക്കെ ഇതിൽ ബോർഡറിലാട്ടോ ഉള്ളത്. ഫുൾ ക്രോഷ്യ ആട്ടോ. ക്രോഷ്യനെ പറ്റി വിശദീകരിക്കേണ്ടല്ലോ. ബ്ലൗസ് പീസ് ഈ യെല്ലോയിൽ ഇങ്ങനെ ഇത് കണ്ടോ, എന്തോരം ക്രോഷ്യ ചെയ്തേക്കണം. ഹാൻഡ് വർക്കാട്ടോ ഇത്. ഇതപ്പടി ഹാൻഡ് വർക്കാണ് ഈ ചെയ്തേക്കണത്. എല്ലാം ഹാൻഡ് വർക്കാണ്. അതുകൂടാണ്ട് സാരിയുടെ ലേസ് മൊത്തം ഇങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളിലുണ്ടോ ക്രോഷ്യ ഒന്ന് നോക്കിയതാണ്. മുന്താണി എപ്പോഴും ക്രോഷ്യ വർക്ക് ചെയ്തിട്ടുണ്ട്. ആകെ റേറ്റ് ഇതാ ഉള്ളൂല്ലോ. ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്തേക്കുമല്ലേ. അതും കോട്ടയാന്ന് നോക്കണേ. എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇത് കിട്ടാനേ ഇല്ലായിരുന്നു. $1299 ഉള്ളൂ കേട്ടോ. അടിപൊളി സംഭവമാട്ടോ. 129. നേവി ബ്ലൂ അടിപൊളി സാരി. ആ നേവി ബ്ലൂവിൽ സഫയർ ഗ്രീൻ. ഓ, ഇതിൻ്റെ ഉള്ളപ്പടി നേവി ബ്ലൂ വന്ന് പിന്നെ ഞാൻ മറന്നുപോയി. ഇത് കണ്ടോ, യെല്ലോ. യെല്ലോയാണോ? ഗോൾഡൻ കളർ. ഗോൾഡൻ പോലത്തെ ബേജ്. മസ്റ്റാർഡല്ലോ. ഇതാണ് മസ്റ്റാർഡല്ലോ. ന്യൂജൻ പിള്ളേർ പറയണം നമുക്ക് അനുസരിച്ചേക്കാം. ഓരോന്നിൻ്റെ കളർ പറഞ്ഞോട്ടെ. ഞാനാണെങ്കിൽ കളർ പൊട്ടത്തിട്ടാ പറയണമെന്ന് പറഞ്ഞാൽ എന്നെ അങ്ങനെ ആക്കി വെച്ച് വെക്കാം. ഞാനിനി ഒറിജിനൽ പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കില്ല. ഇത് ചെറുപയർ വെച്ചല്ലേ അല്ലേ കർത്താവേ. അപ്പോൾ ഇനി നമുക്കൊരു പ്ലെയിൻ സാരി. മഴക്കാലമല്ലേ, ഇതെല്ലാം 399 രൂപയുള്ളൂ കേട്ടോ. ഒഴുക്കൻ സാരി ബ്ലൗസ് എന്തെങ്കിലും പ്രിൻ്റൊക്കെ എടുത്താൽ മതി. ഇതൊരു പീച്ച്, ഇത് ബ്രൗൺ അല്ലേ, ബ്രൗൺ എല്ലാം 399 കേട്ടോ. ഫോട്ടോ എടുക്കണ്ടേ. ഇങ്ങനെ പ്ലെയിൻ സാരി ആയിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചുരിദാറോ ഉടുപ്പോ ഒക്കെ വെട്ടി തയ്ക്കാം. ഓ, പണ്ട് ഞാൻ ഓർക്കുക ഈ ആൻറ്റിമാരുടെയൊക്കെ സാരി മേടിച്ച് ഡ്രസ്സ് തയ്ച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു പാവാടയും ബ്ലൗസും തയ്ക്കാൻ തരാവോ എന്നൊക്കെ ചോദിച്ച്. ഇപ്പം ആണെങ്കിൽ അങ്ങനെ വെട്ടി തയ്ക്കണേ ആ തയ്യൽക്കൂലിയുടെ കാശുണ്ടെങ്കിൽ പുതിയത് മേടിക്കാം. അന്ന് പിന്നെ സ്റ്റിച്ചിങ് ചാർജ് ഒന്നും ഒട്ടുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ
അത് ഇട്ടിട്ട് പോലെ ആ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും നമ്മുടെ വെഡ്ഡിങ് കളക്ഷൻ ഒക്കെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. അത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും. നിങ്ങൾ യേശുപുരാൻ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ആമേൻ.